ലോക കേരള ബോക്സ് ഓഫീസിലും 100 കോടി നേടുകയാണെങ്കിൽ അത് മലയാള സിനിമയുടെ പുതിയൊരു ചരിത്രമായിട്ട് മാറും. ഒരുപക്ഷെ മുന്നേ ഒരു മലയാള സിനിമയ്ക്ക് നേടാൻ കഴിയാത്ത ഒരു റെക്കോർഡായിട്ട് അത് മാറുകയും ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഓവർസീസിലും കേരള ബോക്സ് ഓഫീസിലും 100 കോടി നേടുന്ന ആദ്യ സിനിമയായിട്ട് ലോകം മാറും. മുൻപ് മലയാളത്തിൽ ഒരു സിനിമയും അങ്ങനെ ഒരു റെക്കോർഡ് നേടിയിട്ടില്ല. ഓവർസീസിൽ ആദ്യമായി 100 കോടി നേടിയത് എമ്പുരാനാണ്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായി 100 കോടി നേടിയത് തുടരുമാണ്. എന്നാൽ ഈ രണ്ട് സിനിമകളും ഒരേ സമയം കേരള ബോക്സ് ഓഫീസിലും ഓവർസീസിലും 100 കോടി നേടിയിട്ടില്ല. തുടരും ഓവർസീസിൽ ഏതാണ്ട് 90 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്നു. എമ്പുരാൻ കേരളത്തിലാണെങ്കിൽ 100 കോടി നേടിയിട്ടുമില്ല. അപ്പൊ ഇത് ഒരുമിച്ച് നേടുന്ന ആദ്യത്തെ മലയാള സിനിമയായിട്ട് ലോകം മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം അല്ലാതിരുന്നിട്ടും ഇത്രയും വലിയൊരു ബോക്സ് ഓഫീസ് റെക്കോർഡ് ലോകം നേടുകയാണെങ്കിൽ അത് മലയാള സിനിമയുടെ വലിയ ചരിത്രമാണ്. ഇന്ത്യയിൽ തന്നെ ഒരു ഫീമെയിൽ ലീഡിൽ വരുന്ന ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടുന്നത് തന്നെ വലിയ കാര്യമായിട്ട് തന്നെ പറയണം. അത് മലയാളം പോലൊരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് അത് നേടുക എന്ന് പറഞ്ഞാൽ ലോക അണിയറ പ്രവർത്തകരെ വലിയ രീതിയിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ലോക ആഗോള മാർക്കറ്റിൽ നിന്ന് 200 കോടി കളക്ഷൻ ഏതാണ്ട് 13 ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി ലോക സിനിമ നേടുകയാണെങ്കിൽ അത് മലയാള സിനിമയുടെ വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ട് തന്നെ പറയപ്പെടാം. എന്തായാലും മലയാള സിനിമയുടെ ഒരു ബോക്സ് ഓഫീസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു വാണിജ്യപരമായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ലോകയിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.